ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹാരി റൈസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് CFSO എക്സാമിൻ്റെ അകത്ത് വരുന്ന ലാസ്റ്റ് മൊഡ്യൂളിൻ്റെ അകത്തുള്ള ഓവർ വ്യൂ ഓഫ് ബേസിക് ഓർ ക്ലാസിക്കൽ മെത്തേഡ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, എന്താണ് ബേസിക് അല്ലെങ്കിൽ ക്ലാസിക്കൽ മെത്തേഡ് ഓഫ് ഫുഡ് അനാലിസിസ് എന്ന് പറയുന്നത്? ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫുഡ് അനാലിസിസ് ടെക്നിക്കിനെ കുറിച്ചിട്ടാണ് ഈ ബേസിക് അല്ലെങ്കിൽ ക്ലാസിക്കൽ മെത്തേഡ് ഓഫ് ഫുഡ് അനാലിസിസിൽ പറയുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, സൊഫിസ്റ്റിക്കേറ്റഡ് മീൻസ് മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളിലെ ടൈട്രേഷന്, ഗ്രാവിമെട്രിക് മെത്തേഡ്, വെയിറ്റ് എടുക്കുക അല്ലെങ്കിൽ ടൈട്രേഷൻ വഴി കണ്ടുപിടിക്കുക, അങ്ങനെ നമ്മൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്, മോയ്സ്ചർ കണ്ടന്റ്, വൈറ്റമിൻസ് ഒക്കെ ബേസിക് ആയിട്ട് കണ്ടുപിടിക്കുന്ന ടൈട്രേഷൻ മെത്തേഡ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് ഈ ഒരു ബേസിക് അല്ലെങ്കിൽ ക്ലാസിക് മെത്തേഡ് ഓഫ് ഫുഡ് അനാലിസിസിൻ്റെ അകത്ത് വരുന്നത് കേട്ടോ. ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ ആ ഒരു പർട്ടിക്കുലർ അനലൈറ്റും കെമിക്കൽ സൊല്യൂഷനും തമ്മിലുള്ള റിയാക്ഷനാണ് നടക്കുന്നത്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? നമ്മൾ എന്തോരം ഇവിടെ അനലൈറ്റും ഉണ്ട്, ടൈട്രൻറ്റും ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ടൈട്രേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്യൂററ്റിൻ്റെ അകത്ത് നമ്മൾ ടൈട്രേഷന് വേണ്ടുന്ന ടൈട്രൻറ്റ് എടുക്കും. ദെൻ സാമ്പിൾ നമ്മൾ ഒന്നെങ്കിൽ ഫ്ലാസ്കിൽ, കോണിക്കൽ ഫ്ലാസ്കിലോ വല്ലതും എടുക്കും. അപ്പോൾ ഈ സാമ്പിളിൻ്റെ അകത്ത് നമ്മളൊരു ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ ഒഴിക്കും. എന്നിട്ട് എന്തോരം ടൈട്രൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ സാമ്പിളിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത്, അത് വെച്ചിട്ടാണ് നമ്മളിവിടെ കാൽക്കുലേഷൻ നടത്താറുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. എന്താണ്? വെറ്റ് കെമിക്കൽ അനാലിസിസ് എന്നും നമ്മൾ ഈ ഒരു ക്ലാസിക്കൽ മെത്തേഡിനെ പറയും കേട്ടോ. ഇവിടെ നമ്മൾ വലിയ വലിയ എക്യുപ്മെൻറ്റ്സ് ഒന്നും തന്നെ ക്രോമാറ്റോഗ്രഫിയോ അല്ലെങ്കിൽ HPLCയോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് അറ്റോമിക് അബ്സോർഷൻ സ്പെക്ട്രോസ്കോപ്പിയോ അങ്ങനെ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ബേസിക് ആയിട്ടുള്ള ടൈട്രേഷൻ മെത്തേഡ്സ് ഒക്കെയാണ് ഈ ഒരു ബേസിക് ക്ലാസിക്കൽ ഫുഡ് അനാലിസിസ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്? ഫുഡിൻ്റെ അകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റ്, ഫാറ്റ് കണ്ടൻറ്റ്, പ്രോട്ടീൻ കണ്ടൻറ്റ്, കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? കെമിക്കൽസുമായിട്ട്, ഈ ഒരു കെമിക്കൽ റിയേജൻറ്റുമായിട്ട് ഫുഡ് സാമ്പിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടുന്നു. അതാണ് ബേസിക് അല്ലെങ്കിൽ ക്ലാസിക്കൽ മെത്തേഡ് ഓഫ് ഫുഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഭയങ്കര ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. ഇതിന് നമുക്ക് അധികം ചിലവൊന്നുമില്ല. നമുക്കൊരു ലാബ് സെറ്റപ്പ് ഉണ്ടായിരുന്നാൽ മതി. ബ്യൂററ്റ്, കെമിക്കൽസ്, റിയേജൻസ് ഇതൊക്കെ തന്നെ മതി. ഗ്ലാസ് വെയേഴ്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെക്നിക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെയോ വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഈ ഒരു ബേസിക് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഫുഡ് അനാലിസിസിന് വെറ്റ് കെമിസ്ട്രി എന്നും പറയാറുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ കെമിക്കൽ റിയാക്ഷനാണ് നടത്തുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലബോറട്ടറി ടെക്നിക്സ് യൂസ് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അതൊന്നെങ്കിൽ ടൈട്രേഷൻ ആവാം, അല്ലെങ്കിൽ ഗ്രാവിമെട്രി ആവാം, അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ മെത്തേഡൊക്കെ ആയിരിക്കും നമ്മൾ ഫുഡ് അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഫുഡിൻ്റെ അകത്തുള്ള ഓരോ കമ്പോണൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നെങ്കിൽ ഡിസ്റ്റിലേഷൻ മെത്തേഡ്, അല്ലെങ്കിൽ ഗ്രാവിമെട്രിക് മെത്തേഡ്, അല്ലെങ്കിൽ ടൈട്രേഷൻ മെത്തേഡൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ടൈട്രിമെട്രിക്കകത്ത് നമ്മൾ ടൈട്രിമെട്രിയുടെ മറ്റൊരു പേരാണ് എന്ത്? വോളിമെട്രിക് അനാലിസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അനലിറ്റിക്കൽ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ വോളിയമാണ് കണ്ടുപിടിക്കുന്നത്. ഒരു പർട്ടിക്കുലർ നമുക്ക് അറിയാത്ത ഒരു കോൺസെൻട്രേഷനിലുള്ള ഒരു അനലൈറ്റ് എടുക്കും. എന്നിട്ട് അറിയാവുന്ന കോൺസെൻട്രേഷനിലുള്ള ഒരു ടൈട്രൻറ്റും കൂടെ എടുക്കും. എന്നിട്ട് ആ ടൈട്രൻറ്റിൻ്റെ എന്തോരോ അളവ് ഈ ഒരു സാമ്പിളിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നു എന്നുള്ള ആ ഒരു വോളിയം, ദ വോളിയം ഓഫ് ടൈട്രൻറ്റ് നോക്കുക. എത്രത്തോളം എടുത്തിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ അറിയാത്ത, നമുക്ക് കോൺസെൻട്രേഷൻ അറിയാത്ത ആ ഒരു സാമ്പിളിന് ആ ഒരു ടൈട്രൻറ്റ് എത്രത്തോളം വോളിയത്തിൽ വീണപ്പോഴാണ് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്തതെന്ന് നോക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ടൈട്രൻറ്റ് ഉണ്ടായിരിക്കും, ഒരു അനലൈറ്റ് ഉണ്ടായിരിക്കും. അത് തമ്മിലുള്ള ഒരു കെമിക്കൽ റിയാക്ഷനാണ് നടക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു ഇൻഡിക്കേറ്ററും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നോൺ ആയിട്ടുള്ള വോളിയം ഉണ്ടായിരിക്കും, അൺനോൺ ആയിട്ടുള്ള വോളിയം ഉണ്ടായിരിക്കും. അൺനോൺ വോളിയം എന്ന് പറയുന്നത് എന്തിൻ്റെ ആയിരിക്കും? അനലൈറ്റിൻ്റെ വോളിയമാണ്. അൺനോണ് നമുക്കറിയില്ല. അറിയാവുന്ന എന്തിൻ്റെ ആയിരിക്കും? ടൈട്രൻറ്റിൻ്റെ വോളിയം ആയിരിക്കും അറിയാവുന്ന. ആ വോളിയം വെച്ചിട്ട് നമ്മളൊരു ഫോർമുല യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് റിസൾട്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ടൈട്രിമെട്രിയിൽ വരുന്ന ടേംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ ടേംസ് ആണ് ഇതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം.
ഫസ്റ്റ് വൺ ടൈട്രൻ്റ്. ടൈട്രൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദ സൊല്യൂഷൻ ഓഫ് നോൺ കോൺസെൻട്രേഷൻ ആഡഡ് ഡ്യൂറിങ് ടൈട്രേഷൻ. ടൈട്രേഷൻ്റെ സമയത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഒരു സൊല്യൂഷനെയാണ് ടൈട്രൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ വോളിയം നമുക്ക് നോൺ ആയിരിക്കും, അറിയാവുന്നതായിരിക്കും. അതിൻ്റെ വോളിയം നമുക്ക് ഓൾറെഡി നോൺ ആയിരിക്കും. അങ്ങനെ ടൈട്രേഷൻ്റെ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സൊല്യൂഷനെയാണ് എന്തെന്ന് പറയുന്നത്? ടൈട്രൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ വോളിയം നമുക്ക് അറിവുള്ളതായിരിക്കും. ദെൻ അനലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദ സബ്സ്റ്റൻസ് ബീയിങ് അനലൈസ്ഡ്. നമുക്ക് അനലൈസ് ചെയ്യാൻ എടുക്കുന്ന അല്ലെങ്കിൽ സാമ്പിളിനെയാണ് നമ്മൾ അനലൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ വോളിയം നമുക്ക് അറിഞ്ഞുകൂടാ. ദെൻ ഇക്വിവലൻസ് പോയിന്റ്. ഇക്വിവലൻസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിവാലൻസ് പോയിന്റ് എന്ന് വെച്ചാൽ എന്നത്? പോയിന്റ് അറ്റ് വിച്ച് ദ എമൗണ്ട് ഓഫ് ടൈട്രൻ്റ് എക്സാക്ട്ലി റിയാക്ട് വിത്ത് ദ അനലൈറ്റ്. ആ ഒരു പർട്ടിക്കുലർ അനലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആ സമയത്ത് തന്നെ ആ ഒരു അനലൈറ്റിൻ്റെ കളർ ചേഞ്ച് ആവും. അപ്പോൾ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു ഒറ്റ ഡ്രോപ്പ്, ചിലപ്പോൾ ഒരു ഡ്രോപ്പ് വീഴുമ്പോഴേക്കും ആ ഒരു കളർ ചേഞ്ച് ചെയ്യുന്നത്. ആ ഒരു പോയിന്റിനെയാണ് ഇക്വിവാലൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ എൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദ പോയിന്റ് അറ്റ് വിച്ച് ദ ഇൻഡിക്കേറ്റർ ചേഞ്ചസ് കളർ. ആ ഇക്വിവാലൻസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ the point at which the amount of titrant exactly react with അനലൈറ്റ്. അനലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു പോയിന്റിനെയാണ് ഇക്വിവാലൻസ് പോയിന്റ് എന്ന് പറയുന്നത്. എൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു കളർ ചേഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ അകത്തൊരു ഇൻഡിക്കേറ്റർ വെച്ചിട്ടുണ്ടായിരിക്കും. ഇൻഡിക്കേറ്ററിൽ ഏത് ഡ്രോപ്പ് വീഴുമ്പോഴാണ് ആ ഒരു കളർ ചേഞ്ച് ഉണ്ടാകുന്നത്, ആ ഒരു പോയിന്റിനെയാണ് എൻ പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ ഇൻഡിക്കേറ്റർ ഞാൻ പറഞ്ഞു, അതിലൊരു ഇൻഡിക്കേറ്ററും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റിയാക്ഷൻ നടത്തുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെന്ന് അറിയത്തുള്ളൂ. ടൈട്രൻ്റ് എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ഒരു ഇൻഡിക്കേറ്ററും കൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കണം. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഡൈ ദാറ്റ് ഷോസ് എ വിസിബിൾ ചേഞ്ച്. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചേഞ്ച് തരുന്ന ആ ഒരു ഡൈനെയാണ് നമ്മൾ ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ കളർ ചേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ടേംസ് ആണ് ടൈട്രേഷനകത്ത് വരുന്നത്? ടൈട്രൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സൊല്യൂഷൻ ഓഫ് നോൺ കോൺസെൻട്രേഷൻ, നമുക്ക് അറിയാവുന്ന കോൺസെൻട്രേഷനുള്ള സൊല്യൂഷനെയാണ് ടൈട്രൻ്റ് എന്ന് പറയുന്നത്. ദെൻ അനലൈറ്റ് ദ സബ്സ്റ്റൻസ് ബീയിങ് അനലൈസ്ഡ്, അത് അൺനോൺ കോൺസെൻട്രേഷൻ ആയിരിക്കും കേട്ടോ. ഏത് സബ്സ്റ്റൻസിനെയാണോ അനലൈസ് ചെയ്യേണ്ടത് അതിനെയാണ് അനലൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിയില്ല. ദെൻ ഇക്വിവലൻസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പോയിന്റ് അറ്റ് വിച്ച് ദ എമൗണ്ട് ഓഫ് ടൈട്രൻ്റ് എക്സാക്ട്ലി റിയാക്ട് വിത്ത് അനലൈറ്റ്. ആ ഒരു എത്രത്തോളം എമൗണ്ട് ഓഫ് ടൈട്രൻ്റ് ആണ് ആ ഒരു അനലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് അതിനെയാണ് ഇക്വിവലൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ എൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പോയിന്റ് അറ്റ് വിച്ച് ഇൻഡിക്കേറ്റർ ചേഞ്ചസ് കളർ. ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ കളർ ചേഞ്ച് ചെയ്യാവുന്ന ആ ഒരു പോയിന്റിനെയാണ് എൻ പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ ഇൻഡിക്കേറ്റർ എന്താണ്? എ ഡൈ ദാറ്റ് ഷോസ് എ വിസിബിൾ ചേഞ്ച്, അല്ലേ? ഒരു വിസിബിൾ ചേഞ്ച് കാണിക്കുന്ന ആ ഒരു ഡൈനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് ടൈട്രേഷൻ. ഏതൊക്കെ ടൈപ്പ് ടൈട്രേഷൻ ആണുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആസിഡ് ബേസ് ടൈട്രേഷൻ ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ബേസ്ഡ് ഓൺ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ ആസിഡ് ആൻഡ് ബേസ്. ആസിഡും ബേസൂടെ റിയാക്ട് ചെയ്ത് അവസാനം ന്യൂട്രലൈസേഷൻ പോയിന്റിലെത്തുമ്പോൾ ആ ഒരു ടൈട്രേഷൻ സ്റ്റോപ്പ് ആവും. ഇതിന് എക്സാമ്പിളാണ് നമ്മൾ HCl ആസിഡ് ഫ്ലാസ്കിലെടുക്കും. ദെൻ ടൈട്രൻ്റ് ആയിട്ട് അല്ലെ പ്യൂററ്റിൽ എന്തെടുക്കും? NaOH എടുക്കും. എന്നിട്ട് അതിന് എഗനിസ്റ്റായിട്ട് ടൈട്രേറ്റ് ചെയ്ത് ആസിഡും ബേസ് റിയാക്ട് ചെയ്ത് പിന്നീട് അത് ആസിഡും അല്ല ബേസും അല്ല ഒരു ന്യൂട്രൽ സ്റ്റേജിലെത്തും, അല്ലേ? ആ ഒരു സ്റ്റേജിലെത്തുമ്പോഴത്തേക്കിന് കളർ ചേഞ്ച് ചെയ്യും. അടുത്തതാണ് റിഡോക്സ് ടൈട്രേഷൻ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബേസ്ഡ് ഓൺ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ. ഇവിടെ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. പൊട്ടാഷ്യം പെർമാംഗനേറ്റും അയണും തമ്മിലുള്ള റിയാക്ഷനാണ് അതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തതാണ് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ. ഇവിടെ എന്താണ് നടക്കുന്നത്? ഫോർമേഷൻ ഓഫ് എ കോംപ്ലക്സ് ബിറ്റ്വീൻ മെറ്റൽ അയോൺ ആൻഡ് ലിഗാൻസും മെറ്റൽ അയോൺസും തമ്മിലുള്ള ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അതാണ് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ എന്ന് പറയുന്നത്. EDTയും കാൽസ്യവും തമ്മിൽ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ അത് അതിനൊരു എക്സാമ്പിളാണ്. ദെൻ പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ. ഇതെന്ന് വെച്ചാൽ ടൈട്രേഷൻ നടന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുക, ഒരു വൈറ്റ് കളർ പ്രസിപ്പിറ്റേഷനോ എന്തെങ്കിലും ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുക. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? അതാണ് ബേസ്ഡ് ഓൺ ഫോർമേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ്. ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്ന ടൈട്രേഷനെയാണ് പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതിന് എക്സാമ്പിളാണ് AgNO3യും ക്ലോറിനുമായിട്ടുള്ള ഒരു റിയാക്ഷൻ. അതിന് മോസ് മെത്തേഡ് എന്ന് പറയും കേട്ടോ.
അതുപോലെ തന്നെ അടുത്ത ടൈട്രേഷനാണ് നോൺ അക്വസ് ടൈട്രേഷൻ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിൽ ഇൻസോലുബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് യൂസ് ചെയ്തുള്ള ടൈട്രേഷനെയാണ് നോൺ അക്വസ് ടൈട്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് എക്സാമ്പിൾ വീക്ക് ബേസസ് ഇൻ ഗ്ലേസിയൽ അസറ്റിക് ആസിഡ് വീക്ക് ബേസും കൂടെ ഉള്ള റിയാക്ഷനൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഈ ഒരു നോൺ അക്വസ് ടൈട്രേഷന് എക്സാമ്പിളാണ് കേട്ടോ. അപ്പം ടൈപ്പ് ഓഫ് ടൈട്രേഷൻ ഏതൊക്കെയാണ്? ആസിഡ് ബേസ് ടൈട്രേഷൻ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷനാണ്. ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്ത് അവസാനം ന്യൂട്രൽ പോയിന്റിലെത്തും. ആസിഡും അല്ല ബേസും അല്ല അതാവും. അത് നമ്മുടെ HCl-ഉം NaOH തമ്മിലുള്ള റിയാക്ഷൻ. ദെൻ റിഡോക്സ് ടൈട്രേഷൻ, ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്. അത് പൊട്ടാസ്യം പെർമാംഗനേറ്റും അയണും തമ്മിലുള്ള ആ ഒരു റിയാക്ഷൻ. ദെൻ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ, ഇവിടെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. EDTയും കാൽസ്യവും തമ്മിലൊരു കോംപ്ലക്സ് ഫോം ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഓഫ് ടൈട്രേഷനാണ് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ പറയുന്നത്. ദെൻ പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈട്രേഷൻ ചെയ്യുമ്പോൾ ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അതിനെയാണ് പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്താണ്? AgNO3യും ക്ലോറിനും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും, ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. അപ്പോൾ അത് മോസ് മെത്തേഡ് എന്നാണ് അതിന് പറയുന്നത്. ദെൻ നോൺ അക്വസ് ടൈട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വാട്ടറിൽ സോലുബിൾ അല്ലാത്ത മെറ്റീരിയൽസ് തമ്മിൽ ടൈട്രേഷൻ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് നോൺ അക്വസ് ടൈട്രേഷൻ പറയുന്നത് കേട്ടോ. ഒരു വീക്ക് ബേസും ഗ്ലേസിയൽ അസറ്റിക് ആസിഡും തമ്മിലുള്ള ടൈട്രേഷനാണ് അവിടെ നടക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ടൈപ്പ് ഓഫ് ടൈട്രേഷൻ കേട്ടോ. ഇനി ഇതിൻ്റെ ഫോർമുല നമുക്ക് നോക്കാമേ. N1V1 = N2V2 അല്ലേ? ഇതിൻ്റെ അകത്ത് N1V1 എന്ന് പറയുന്നത് എന്താണ്? നോർമാലിറ്റി ആൻഡ് വോളിയം ഓഫ് ടൈട്രൻറ്റ്. N1 എന്ന് പറയുന്നത് ടൈട്രൻറ്റിൻ്റെ നോർമാലിറ്റി ആൻഡ് V1 = വോളിയം ഓഫ് ടൈട്രൻറ്റ്. ദെൻ N2V2 എന്ന് പറയുന്നത് നോർമാലിറ്റി ആൻഡ് വോളിയം ഓഫ് അനലൈറ്റ്. N2 എന്ന് പറയുന്നത് നോർമാലിറ്റിയും V2 എന്ന് പറയുന്നത് വോളിയവുമാണ് കേട്ടോ അനലൈറ്റിൻ്റെ. അല്ലെങ്കിൽ M = മോൾസ് അല്ലെങ്കിൽ വോളിയം ഇൻ ലിറ്റർ എന്നും പറയാറുണ്ട് കേട്ടോ. മൊളാരിറ്റിയുടെ ഇതിലും പറയാറുണ്ട്. ഇനി ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈ അല്ലേ, ഡൈ യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഈ ഡൈസ് ഏതൊക്കെയാണെന്ന് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡൈസ്? മീഥൈൽ ഓറഞ്ച് യൂസ് ചെയ്യാറുണ്ട്. ഏതൊക്കെ pH റേഞ്ചിലുള്ള കമ്പോണൻസിന് വേണ്ടിയിട്ടാണ് മീഥൈൽ ഓറഞ്ച് യൂസ് ചെയ്യുന്നത്? 3.1 to 4.4 വരെയുള്ള സാമ്പിൾസ്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാമ്പിളിൻ്റെ അകത്ത് pH എന്ന് പറയുന്നത് 3.1 to 4.4 ആണെങ്കിൽ നമ്മൾ മീഥൈൽ ഓറഞ്ച് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് എങ്ങനെയാണ് വരുന്നത്? റെഡിനെ യെല്ലോ ആക്കി മാറ്റുകയാണ് മീഥൈൽ ഓറഞ്ച് ചെയ്യുന്നത്. ദെൻ ഫിനോഫ്തലിൻ നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിളിൻ്റെ pH 8.2 to 10 ഇപ്പം മെയിനായിട്ട് നമ്മൾ എന്താണ് ബേസ് ആയിട്ടുള്ള സാമ്പിൾസ് ഒക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ആസിഡ് ബേസ് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഫിനോഫ്തലിനാണ് യൂസ് ചെയ്യുന്നത്. അത് കളർലെസ് ആയിരിക്കും സാമ്പിള്. ഈ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കിന്, എൻ്റെ പോയിന്റ് എത്തുമ്പോഴത്തേക്കിന് പിങ്ക് കളറായിട്ട് മാറ്റും കേട്ടോ. നമ്മളിപ്പം NaOH HCl എഗനിസ്റ്റായിട്ട് ടൈട്രേറ്റ് ചെയ്യുമ്പോൾ ആ ഏത് പോയിന്റിലാണോ ആ ഒരു സൊല്യൂഷൻ ന്യൂട്രലൈസ് ആവുന്നത് ആ പോയിന്റിൽ അത് പിങ്ക് കളറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റാർച്ച് യൂസ് ചെയ്യാറുണ്ട് ഇൻഡിക്കേറ്ററായിട്ട്. അത് എന്താണ്? അയഡിൻ ടെസ്റ്റിന് അല്ലെങ്കിൽ സ്റ്റാർച്ചിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അയഡിനാണ് കേട്ടോ. സ്റ്റാർച്ച് ഫോർ അയഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർച്ച് യൂസ് ചെയ്യുന്നത്. അല്ല തിരിച്ച് സ്റ്റാർച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അയഡിൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് എന്ന് പറയുന്നത് ബ്ലൂ ബ്ലാക്ക് വെൻ അയഡിൻ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ്? ബ്ലൂ ബ്ലാക്ക് കളറായിരിക്കും കിട്ടുന്നത്. ഒരു സാമ്പിളിൻ്റെ അകത്ത് അയഡിൻ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർച്ച് ഒരു ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യാറുണ്ട്. കളർ ചേഞ്ച് എന്താണ്? ബ്ലൂ ടു ബ്ലാക്ക് കളറായിരിക്കും വരുന്നത്, അല്ലെ ബ്ലൂ ബ്ലാക്ക് കളറായിരിക്കും, ഒരു കറുത്ത കരിനീല കളറായിരിക്കും വരുന്നത് എൻഡ് പോയിൻ്റായിട്ട്. അടുത്തതിൻ്റെ ആപ്ലിക്കേഷൻ അസിഡിറ്റി. ഫുഡിൻ്റെ അകത്തുള്ള അല്ലെ ബിവറേജസിൻ്റെ അകത്തുള്ള അസിഡിറ്റീനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. ദെൻ വാട്ടറിൻ്റെ ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫാർമസ്യൂട്ടിക്കൽസിനെ അസയ്ക്ക് വേണ്ടിയിട്ട് ആസ്പിറിൻ അല്ലെങ്കിൽ വൈറ്റമിൻ സി ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ മെറ്റൽ അയോൺസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ സാൾട്ടിൻ്റെ അകത്തുള്ള ക്ലോറിൻ്റെ അളവ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ടൈട്രേഷൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഫുഡിൻ്റെ അകത്തല്ല ബിവറേജസിൻ്റെ അകത്തുള്ള അസിഡിറ്റി അളക്കാൻ വേണ്ടിയിട്ട്, മിൽക്കിൻ്റെ അസിഡിറ്റി, അങ്ങനെ
ഫ്രൂട്ട് ജ്യൂസിൻ്റെ അസിഡിറ്റി ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈട്രേഷൻ ചെയ്യാറുണ്ട്. ദെൻ വാട്ടർ ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടി ടൈട്രേഷൻ ചെയ്യാറുണ്ട്. ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ അസൈക്ക് വേണ്ടിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് ആസ്പിറിൻ ആണെങ്കിൽ അല്ലെങ്കിൽ വൈറ്റമിൻ സി ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ദെൻ മെറ്റൽ അയോൺസ് ഒരു സൊല്യൂഷൻ്റെ അകത്തുനിന്ന് മെറ്റൽ അയോൺസിനെ എസ്റ്റിമേറ്റ് ചെയ്യാനും നമ്മൾ ടൈട്രേഷൻ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സാൾട്ടിൽ നിന്ന് ക്ലോറിൻ്റെ എമൗണ്ട് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അടുത്ത മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് മോയ്സ്ചർ കണ്ടന്റ് ഡിറ്റർമിനേഷന്. നമ്മുടെ ക്ലാസിക്കൽ മെത്തേഡിൻ്റെ അകത്ത് വരുന്ന അടുത്തൊരു മെത്തേഡാണ് മോയ്സ്ചർ കണ്ടന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ടൈട്രിമെട്രിയാണ്, ടൈട്രേഷനാണ്. അടുത്ത മെത്തേഡാണ് മോയ്സ്ചർ കണ്ടന്റ് ഡിറ്റർമിനേഷൻ. മോയ്സ്ചർ കണ്ടന്റ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കാണുന്നത്? വാട്ടറിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. വാട്ടർ മെയിനായിട്ട് ഫുഡിൽ 2 ഫോമിലാണ് കാണപ്പെടുന്നത്, ഫ്രീ വാട്ടറായിട്ടും ബൗണ്ട് വാട്ടറായിട്ടും. അപ്പോൾ അത് എത്രത്തോളം പെർസെൻറ്റേജ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോയ്സ്ചർ കണ്ടൻ്റാണ് നോക്കുന്നത് കേട്ടോ. ഷെൽഫ് ലൈഫ് അറിയാം. ഒരു ഫുഡിൻ്റെ ഷെൽഫ് ലൈഫ് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് ഡിറ്റർമൈൻ ചെയ്യാറുണ്ട് കേട്ടോ. ഹൈ മോയ്സ്ചർ കണ്ടൻ്റ് ആണെങ്കിൽ മൈക്രോബിയൽ ഗ്രോത്ത് പെട്ടെന്ന് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, സ്പോയിലേജ് പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഹൈ മോയ്സ്ചർ കണ്ടൻ്റുള്ള ഫുഡാണോ, ലോ മോയ്സ്ചർ കണ്ടൻറ്റ് ഫുഡാണോ, മീഡിയം മോയ്സ്ചർ കണ്ടൻറ്റ് ഫുഡാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മോയ്സ്ചർ കണ്ടൻറ്റ് ഡിറ്റർമൈൻ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ട് ഒരു ഫുഡിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ടെക്സ്ചർ നോക്കാൻ വേണ്ടിയിട്ട്, ടേസ്റ്റ്, അപ്പിയറൻസ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോയ്സ്ചർ കണ്ടൻറ്റ് നോക്കാറുണ്ട് കേട്ടോ. പിന്നെ ന്യൂട്രീഷണൽ ലേബലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കാറുണ്ട് മോയ്സ്ചർ കൺട്രോൾ. വാട്ടർ കണ്ടൻറ്റ് എഫക്റ്റ്, കലോറിക് കാൽക്കുലേഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോയ്സ്ചർ കണ്ടൻറ്റ് ചെക്ക് ചെയ്യാറുണ്ട്. ദെൻ പ്രോസസ്സിങ് എഫിഷ്യൻസി, ഒരു പ്രോസസ്സിങ് എഫിഷ്യൻസിനെ അറിയാൻ വേണ്ടിയിട്ട്, മീൻസ് ഡ്രൈയിങ്ങിൻ്റെ എഫിഷ്യൻസി മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഗ്രൈൻഡിങ്ങിൻ്റെ എഫിഷ്യൻസി മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ മിക്സിങ്ങിൻ്റെ എഫിഷ്യൻസി ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോയ്സ്ചർ കണ്ടൻറ്റ് ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ഇനി എന്തൊക്കെ ടൈപ്പ് മോയ്സ്ചേഴ്സ് ആണുള്ളതെന്ന് പറഞ്ഞത്, ഒരു ഫുഡിൻ്റെ അകത്ത് ഫ്രീ മോയ്സ്ചറുണ്ട്. ഇതെന്ന് പറയുന്നത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന മോയ്സ്ചറാണ് ഫ്രീ മോയ്സ്ചർ എന്ന് പറയുന്നത് കേട്ടോ. അത് ഡ്രൈ ചെയ്യുമ്പോൾ നേരെ അങ്ങ് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അങ്ങനെയുള്ള മോയ്സ്ചറിനെയാണ് നമ്മൾ ഫ്രീ മോയ്സ്ചർ എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.